ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസി അറസ്റ്റ് ഭയക്കുന്നുണ്ടോ? എക്സൈസ് പ്രതി പോലും ചേർക്കാത്ത നടൻ എന്തിനാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്? കേസിലെ മുഖ്യപ്രതി തസ്ലീമയുമായി പരിചയമുണ്ടെന്നും അവർ കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതായും ശ്രീനാഥ് ഭാസി വ്യക്തമാക്കുന്നുണ്ട്. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമെന്നാണ് താരത്തിന്റെ വാദം. എന്നാൽ കേസിൽ എക്സൈസിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയതിനു പിന്നാലെ താരം ഹർജി പിൻവലിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നീ ചലച്ചിത്ര താരങ്ങൾക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയിരുന്നുവെന്ന് മുഖ്യപ്രതിയായ തസ്ലീമ സുൽത്താൻ എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവിന്റെ സൗത്ത് ഇന്ത്യൻ ഡീലർമാരിൽ ഒരാളായ തസ്ലീമ സുൽത്താന, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവർ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴ ഓമനപ്പുഴയിലാണ് പിടിയിലാകുന്നത്. ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ തസ്ലീമയുമായി ഓൺലൈൻ മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തി. ഇരുവരുടെയും ചാറ്റുകളടക്കം എക്സൈസിന് ലഭിച്ചു. തുടർ ചോദ്യം ചെയ്യലിൽ തസ്ലീമ ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകി. ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകുന്നതിന് മുൻപ് തന്നെ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നതാണ് ശ്രദ്ധേയം. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് ശ്രീനാഥ് ഭാസി കോടതിയെ അറിയിച്ചത്. പ്രതി തസ്ലീമയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ല. അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും. ഏത് ജാമ്യവ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ്. മുൻകൂർ ജാമ്യം ദുരുപയോഗം ചെയ്യില്ലെന്നും തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ശ്രീനാഥ് ഭാസി ജാമ്യാപേക്ഷയിൽ പറയുന്നു. ശ്രീനാഥ് ഭാസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി എക്സൈസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. പിന്നാലെ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ഹർജി പിൻവലിച്ചത്. അതേസമയം സിനിമാ മേഖലയിൽ പെൺവാണിഭ സംഘങ്ങളുമായി വരെ ബന്ധപ്പെട്ട് കേസിൽ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. അതിനുശേഷം മാത്രം തസ്ലീമയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയാൽ മതിയെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 ആലപ്പുഴ.